വെൽക്കം ടു അനാലിസിസ് ബൈ NRD. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇഗ്നോ MA സൈക്കോളജി, കൊഗ്നിറ്റീവ് സൈക്കോളജി, ബ്ലോക്ക് 1 ചാപ്റ്റർ 3 പാർട്ട് 4 വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം 3 വീഡിയോസിലായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാദ്യം ആ വീഡിയോസ് പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. The encoding and retrieval of semantic knowledge also have been studied using functional neuroimaging, and significant new findings have been uncovered. In particular, evidence for domain-specific organization, that is, knowledge of animate and inanimate objects, is localized in different cortical regions, has proved to be a fascinating story. അതായത് ഈ ഒരു എൻകോഡിങ്ങും അതുപോലെ റിട്രീവലും സെമാൻറ്റിക് നോളജിനകത്ത് പറയുന്നത് ഫങ്ഷണൽ ന്യൂറോ ഇമാജിങ് വെച്ചിട്ടാണ്. ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് പുതിയ ഫൈൻഡിങ്സും അതുപോലെ അൺകവേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇൻ പെർട്ടിക്കുലർ എവിഡൻസ് ഫോർ ഡൊമൈൻ സ്പെസിഫിക് ഓർഗനൈസേഷൻ ലൈക്ക് നോളജ്, അതുപോലെ തന്നെ ആനിമേറ്റ് ആൻഡ് ഇൻആനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ലോക്കലൈസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് കോർട്ടിക്കൽ റീജിയൻസിനെ അനലൈസ് ചെയ്യുന്നുള്ളത് ഹാസ് പ്രൂവ്ഡ് ടു ബി എ ഫാസിനേറ്റിംഗ് സ്റ്റോറി. Unlike episodic retrieval that activates the right prefrontal cortex, semantic retrieval involves the left prefrontal cortex. Semantic retrieval ഇൻവോൾവ് ചെയ്യുന്നത് ലെഫ്റ്റ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനകത്താണ്. അതായത് എപ്പിസോഡിക് റിട്രീവലും ആക്ടിവേറ്റ് ചെയ്യുന്നത് റൈറ്റ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനകത്ത്. പക്ഷേ സെമാൻറ്റിക് റിട്രീവൽ ഫോക്കസ് ചെയ്യുന്നത് ലെഫ്റ്റ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനകത്താണ്. ഓക്കെ, എപ്പിസോഡിക് റിട്രീവൽ നമ്മൾ നേരത്തെ നോക്കിയതാണ്. അത് റൈറ്റ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനകത്താണ് നടന്നിരുന്നത്. പക്ഷേ സെമാൻറ്റിക് റിട്രീവൽ എവിടെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ലെഫ്റ്റ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനകത്താണ്. ദ റീജിയൻ ഇൻക്ലൂഡ്സ് ബ്രോക്കാസ് ഏരിയ, ബ്രോഡ്സ്മാൻ ഏരിയ 44 എക്സ്റ്റെൻഡിങ് ടു ഏരിയ 46 ആൻഡ് ദ വെൻട്രൽ ലാറ്ററൽ റീജിയൻ, ബ്രോഡ്സ്മാൻസ് ഏരിയാസ് 44 ആൻഡ് 45, ഫിഗർ 1.3.3. ഈ ഒരു പിക്ചറിനെ കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഏത് റീജിയൻ നോക്കാനാണ് പറഞ്ഞത് നോക്കാം. ഇതിനകത്ത് പറയുന്നത് ബ്രോഡ്സ്മാൻസ് ഏരിയ 44 എക്സ്റ്റെൻഡിങ് ഇൻ ടു ഏരിയ 46, 44 മുതൽ 46 വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 44 എവിടെയാണ് കാണുന്നത് നോക്കുക. 44 മുതൽ 46 വരെയുള്ള ഈ ഒരു റീജിയനെയാണ് ബ്രോക്കാസ് ഏരിയ എന്ന് പറഞ്ഞത്. ബ്രോഡ്സ്മാൻ ഏരിയ 44 എക്സ്റ്റെൻഡിങ് ഇൻ ടു 46 ആൻഡ് വെൻട്രൽ ലാറ്ററൽ റീജിയൻ. വെൻട്രൽ ലാറ്ററൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഏരിയാസ് ഓഫ് 44 ആൻഡ് 45. ബ്രോഡ്സ്മാൻ 44 ആൻഡ് 45നെയാണ് ഈ ഒരു വെൻട്രൽ ലാറ്ററൽ റീജിയൻ എന്ന് പറഞ്ഞത്. വെൻട്രൽ ലാറ്ററൽ റീജിയൻ 45ഉം 44 ആണ് വെൻട്രൽ ലാറ്ററൽ റീജിയൻ എന്ന് പറഞ്ഞത്. ദിസ് ലാറ്ററലൈസേഷൻ ടു ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ റിമൈൻസ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ മെമ്മറീസ് ബീങ് റിട്രീവ്ഡ് ആർ ഓഫ് ഒബ്ജക്ട്സ് ഓഫ് വേർഡ്സ്. ഈ ഒരു ലാറ്ററലൈസേഷൻ എങ്ങനെയാണ്? ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്? റിഗാർഡ്ലെസ് ആയിട്ട് റിമൈൻ ചെയ്യുന്നത്. വെദർ ദ മെമ്മറീസ് ബീങ് റിട്രീവ്ഡ് ആർ ഒബ്ജക്ട്സോ അല്ലെങ്കിൽ വേർഡ്സോ ആയിരിക്കാം മെമ്മറീസ് നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. എപ്പിസോഡിക് റിട്രീവൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് റൈറ്റ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനകത്തായിരുന്നു. എപ്പിസോഡിക് റൈറ്റ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനകത്തായിരുന്നു. പക്ഷേ സെമാൻറ്റിക് റിട്രീവൽ ഇൻവോൾവ് ചെയ്യുന്നത് ലെഫ്റ്റ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനകത്താണ്. അപ്പോൾ അതൊന്നും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രൊസീജിയറൽ മെമ്മറി എൻകോഡിംഗ് ആൻഡ് റിട്രീവൽ എന്താണെന്ന് നോക്കാം. ഏർലിയർ വി ലേൺഡ്, നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞു, അംനസിക്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഇംപ്ലിസിറ്റ് ലേണിംഗ് ഓഫ് മോട്ടോർ സീക്വൻസുകളാണ്, അതായത് പ്രൊസീജിയറൽ നോളജുകളാണ്. അതായത് ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മെമ്മറിയാണ് ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം, ഇപ്പോൾ ഒരു ബൈക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കത് എടുത്ത് ഓടിക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഇംപ്ലിസിറ്റ് ലേണിംഗ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് പ്രൊസീജിയറൽ നോളജ് എന്ന് പറയുന്നത്. ഈവൻ വെൻ ദേ കനോട്ട് ഫോം എക്സ്പ്ലിസിറ്റ് മെമ്മറീസ് അബൌട്ട് ദ സ്റ്റിമുലസ് സീക്വൻസസ്. എക്സ്പ്ലിസിറ്റ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറീസാണ്, അതായത് ലോങ് ടേം മെമ്മറീസാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറീസ് എന്ന് പറയുന്നത്. സോ അംനസിക്സ് പ്രൊവൈഡ് പവർഫുൾ എവിഡൻസ് ദാറ്റ് ഇംപ്ലിസിറ്റ് ലേണിംഗ് നീഡ് നോട്ട് ബി മീഡിയേറ്റഡ് ബൈ എക്സ്പ്ലിസിറ്റ് നോളജ് അബൌട്ട് ദ മെറ്റീരിയൽ. അംനസിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പവർഫുൾ ആയിട്ടുള്ള എവിഡൻസ് ആണ്. ഒരു ഇംപ്ലിസിറ്റ് ലേണിങ്ങിന് നീഡ് നോട്ട് ബി മീഡിയേറ്റഡ് ബൈ എക്സ്പ്ലിസിറ്റ് നോളജ് അബൌട്ട് ദ മെറ്റീരിയൽ. ഒരു കാര്യത്തെക്കുറിച്ച് അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്ത് വേണ്ട? എക്സ്പ്ലിസിറ്റ് നോളജിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. സ്കോട്ട് ഗ്രാഫ്റ്റൺ, ഏലിയറ്റ് ഹാസൽടൈൻ ആൻഡ് ഐവറി 1995 ഇൻവെസ്റ്റിഗേഷൻ നടത്താണ് ബ്രെയിൻ ബേസ് ഓഫ് പ്രൊസീജിയറൽ മോട്ടോർ ലേണിംഗ് ഇൻ നോർമൽ സബ്ജക്ട്സ്. നോർമൽ സബ്ജക്റ്റിലെ പ്രൊസീജിയറൽ മോട്ടോർ ലേണിംഗ് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്? പഠനം നടത്തുന്നത്. പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ്. മോട്ടോർ ലേണിംഗ് ആണ് നമ്മുടെ കൈകാലുകൾ അനങ്ങുന്ന ആ ഒരു രീതിയിലുള്ള, അതാണ് മോട്ടോർ. മോട്ടോർ എന്ന് പറഞ്ഞാൽ ചലനം എന്നുള്ളൊരു അർത്ഥമാണ്. സോ ദേ കമ്പയർഡ് കണ്ടീഷൻസ് ഇൻ വിച്ച് ദ സബ്ജക്ട്സ് ലേൺഡ്
motor sequences implicitly during dual task conditions, which helped to prevent subjects from explicitly noticing and learning the sequence. അവർ കമ്പയർ ചെയ്തുകൊണ്ടാണ് കണ്ടീഷൻസ് നടത്തുന്നത്. സബ്ജക്ട്സ് ലേൺഡ് മോട്ടോർ സീക്വൻസസ് ഇംപ്ലിസിറ്റ്ലി ഡ്യൂറിങ് ഡുവൽ ടാസ്ക് കണ്ടീഷൻ. അതായത് ഡുവൽ ടാസ്ക് കണ്ടീഷനിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള സീക്വൻസുകളെ കുറിച്ചും അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ലേണിംഗ് സീക്വൻസുകളെ കുറിച്ചുമാണ് അവർ എന്ത് ചെയ്ത് കമ്പാരിസൺ നടത്തുന്നത്. PET കണ്ടക്റ്റഡ് ഡ്യൂറിങ് ദ ഡുവൽ ടാസ്ക് കണ്ടീഷൻ ഡെമോൺസ്ട്രേറ്റഡ് ആക്ടിവേഷൻ ഓഫ് ദ മോട്ടോർ കോർട്ടെക്സ് ആൻഡ് ദ സപ്ലിമെൻ്ററി മോട്ടോർ ഏരിയ ഓഫ് ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ഡ്യൂറിങ് ദ ഡുവൽ ടാസ്ക് കണ്ടീഷൻ PET കണ്ടക്റ്റഡ്, അതായത് ഡുവൽ ടാസ്ക് നടക്കുന്ന സമയത്ത് PET കണ്ടക്ട് ചെയ്തു. അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ദ ആക്ടിവേഷൻ ഓഫ് ദ മോട്ടോർ കോർട്ടെക്സ് ആണ്. മോട്ടോർ കോർട്ടെക്സ് ആക്ടിവേഷൻ ആവുന്നതാണ്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി മോട്ടോർ ഏരിയ ഓഫ് ദ ലെഫ്റ്റ് ഹെമിസ്ഫിയറിനകത്തുള്ള സപ്ലിമെൻ്ററി മോട്ടോർ ഏരിയ ആക്ടിവേഷൻ ആയി എന്നുള്ളതാണ്. ആൻഡ് ദ പ്യൂട്ടമെൻ ഇൻ ദ ബേസൽ ഗാംഗ്ലിയ ബൈലാറ്ററലി രണ്ട് ഭാഗത്തുമുള്ള ബേസൽ ഗാംഗ്ലിയ, അതായത് പ്യൂട്ടമെൻ ഇൻ ദ ബേസൽ ഗാംഗ്ലിയയും ആക്ടിവേഷൻ ആയി എന്നുള്ളതാണ് അവർക്ക് കാണാൻ പറ്റിയത്. ആൾസോ ആക്ടിവേറ്റഡ് വെർ ദ റോസ്ട്രൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആൻഡ് പരേറ്റൽ കോർട്ടെക്സും അതുപോലെ തന്നെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും ആക്ടിവേഷൻ ആയി എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ therefore when subjects were implicitly learning the task, brain areas that control limb movements were activated. അതായത് ഈ ഒരു സബ്ജക്ട്സ് നമ്മൾ ഇംപ്ലിസിറ്റ്ലി ലേണിംഗ് ചെയ്യുന്ന സമയത്ത് ആ ടാസ്ക് ബ്രെയിൻ ഏരിയാസ് ദാറ്റ് കൺട്രോൾ ലിംബ് മൂവ്മെൻറ്റ്സ് were activated. നമ്മുടെ കൈകാലുകളുടെ അനക്കങ്ങൾ എന്ത് ചെയ്തു, ആക്ടിവേഷൻ ആയി എന്നുള്ളതാണ്. വെൻ ദ ഡിസ്ട്രാക്റ്റിംഗ് ഓഡിറ്ററി ടാസ്ക് വാസ് റിമൂവ്ഡ്, ആ ഒരു ഡിസ്ട്രാക്റ്റിംഗ് ഓഡിറ്ററി ടാസ്ക് നമ്മൾ റിമൂവ് ചെയ്ത സമയത്ത് ദ റൈറ്റ് ഡോർസോ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, റൈറ്റ് പ്രീ മോട്ടോർ കോർട്ടെക്സ്, റൈറ്റ് പ്യൂട്ടമെൻ ആൻഡ് പരേറ്റോ ഒസിപ്പിറ്റൽ കോർട്ടെക്സ് വെർ ആക്ടിവേറ്റഡ് ബൈലാറ്ററലി. ഈ ഒരു സമയത്ത് അതായത് നമ്മൾ ആ ഓഡിയോ ടാസ്ക് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഈ ഒരു ഓഡിയോ ടാസ്കും കൊടുക്കുകയാണ്, പിന്നെ വേറൊരു ആക്ഷനും കൂടെ കൊടുക്കുകയാണ് അവർക്ക്. പക്ഷേ അതിനകത്തുള്ള ആ ഒരു ഓഡിയോ നമ്മൾ ടാസ്ക് റിമൂവ് ചെയ്ത സമയത്ത് റൈറ്റ് ഡോർസോ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മുടെ ബ്രെയിനകത്തുള്ള ഡോർസോ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അത് റൈറ്റ് ആ ഒരു ഭാഗവും റൈറ്റ് പ്രീമോട്ടർ കോർട്ടെക്സും അതുപോലെ റൈറ്റ് പ്യൂട്ടമേനും ആൻഡ് പരേറ്റോ ഒക്സിപിറ്റൽ കോർട്ടെക്സും ആക്ടിവേഷൻ ആയി, രണ്ട് ഭാഗത്തും ആക്ടിവേഷൻ ആയി എന്നുള്ളതാണ് ബൈലാറ്ററലി. ഈ ഒരു സ്റ്റഡിയാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡുവൽ ടാസ്ക് കണ്ടീഷനാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അതായത് നമ്മുടെ ബ്രെയിന് ബേസ് പ്രൊസീജിയറൽ മോട്ടോർ ലേണിങ്ങും അതുപോലെ തന്നെ നോർമൽ സബ്ജക്ട്സുകൾ വെച്ചിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്ന കണ്ടീഷനകത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് രണ്ട് ടാസ്കുകൾ ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് മോട്ടോർ എഫക്റ്റുകൾ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് പെർസെപ്ച്വൽ പ്രൈമിംഗ് ആൻഡ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. ഡാനിയൽ സ്കാറ്ററും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും 1996 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് ന്യൂറൽ ബേസിസിൽ പെർസെപ്ച്വൽ പ്രൈമിങ്ങിനെ വെച്ചിട്ട്, അതായത് ഇംപ്ലിസിറ്റ് ലേണിംഗ് വെച്ചിട്ട്. പെർസെപ്ച്വൽ പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ, ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി ഓർഗൻസിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കടത്തി വിട്ടുകൊണ്ട് നമ്മുടെ ബ്രെയിൻ അനാലിസിസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇംപ്ലിസിറ്റ് ലേണിംഗ്, പെർസെപ്ച്വൽ പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഇൻ PET സ്റ്റഡി വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ദ സ്കാനിങ് വാസ് പെർഫോംഡ് ഓൺലി ഡ്യൂറിങ് ദ ടാസ്കിനകത്ത് മാത്രമാണ് എന്ത് ചെയ്തത്, ആ ഒരു സ്കാനിങ് നടന്നിട്ടുള്ളത്. സബ്ജക്ട്സ് മാനിഫെസ്റ്റഡ് ഇംപ്ലിസിറ്റ് പ്രൈമിംഗ് ബിഹേവിയറലി, ആ ഒരു ടാസ്കിനകത്തുള്ള സബ്ജക്ട്സ് കൊടുത്തത് ഇംപ്ലിസിറ്റ് പ്രൈമിംഗ് ബിഹേവിയറലി, അതായത് അതിൻ്റെ പ്രൈമിംഗ് ബിഹേവിയറിനനുസരിച്ചാണെന്നാണ്, ഇംപ്ലിസിറ്റ് പ്രൈമിങ്ങിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ആ ഒരു ടാസ്കിനകത്തുള്ള സബ്ജക്ട്സ് പ്രൊവൈഡ് ചെയ്തത്. നോ ആക്ടിവേഷൻസ് ഓർ ഡീആക്ടിവേഷൻസ് വേർ നോട്ടഡ് ഇൻ ദ ഹിപ്പോക്യാമ്പസ്, അതിനകത്ത് എന്തൊരു ആക്ഷൻസോ അല്ലെങ്കിൽ ഡീആക്ടിവേഷൻസോ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഹിപ്പോക്യാമ്പസിനകത്ത്. ബട്ട് ബ്ലഡ് ഫ്ലോ ഇൻ ദ ബൈലാറ്ററൽ ഒക്സിപിറ്റൽ കോർട്ടെക്സ്, രണ്ട് ഭാഗത്തുള്ള ഓക്സിപിറ്റൽ കോർട്ടെക്സിനകത്ത് ബ്ലഡ് ഫ്ലോ കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഏരിയ 19 ഡിക്രീസ്ഡ്, ഫിഗർ 1.3.3, അതായത് ഏരിയ 19നകത്ത് ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ചെയ്തേക്കുവാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏരിയ 19 എന്ന് പറഞ്ഞ ഈ റീജിയനിലാണ് ബ്ലഡ് ഫ്ലോ കുറവായിരുന്നു എന്ന് പറഞ്ഞത്. ഈ ഒരു ഭാഗത്ത് ബ്ലഡ് ഫ്ലോ കുറഞ്ഞതായിട്ടാണ് അവർക്ക് കാണാൻ സാധിച്ചത്. The hippocampus was not activated then even though implicit perceptual priming was obtained. ഹിപ്പോക്യാമ്പസ് ആക്ടിവേഷൻ ആയിട്ടില്ല, അതുപോലെ തന്നെ ഈവൻ ദോ ഇംപ്ലിസിറ്റ് പെർസെപ്ച്വൽ പ്രൈമിംഗ് ഒബ്റ്റെയിൻ ചെയ്തത്, അത് ഇംപ്ലിസിറ്റ് പെർസെപ്ച്വൽ പ്രൈമിംഗ് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. നമുക്ക് സമ്മറി ആയിട്ട് പറയാം. ന്യൂറോ ഇമാജിംഗ് സ്റ്റഡീസ് ഹാവ് ഡെമോൺസ്ട്രേറ്റഡ്
Patterns of neuronal activation that are consistent with the memory system derived from cognitive research. ന്യൂറോ ഇമാജിംഗ് സ്റ്റഡീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് പാറ്റേൺസ് ഓഫ് ന്യൂറോണൽ ആക്ടിവേഷനെയാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് മെമ്മറി സിസ്റ്റംസിനെ ഡിറൈവ് ചെയ്തെടുക്കാനും കൊഗ്നിറ്റീവ് റിസർച്ചിനും ഹ്യൂമൻ ആംനസിക്സിൻ്റെ സ്റ്റഡീസിനെല്ലാം അതുപോലെ തന്നെ ആനിമൽസ് മോഡൽസിനെല്ലാം അത് വളരെയധികം സഹായം ചെയ്യുന്നു എന്നുള്ളതാണ്. ന്യൂറോ ഇമാജിംഗ് ആൾസോ ഹാസ് പ്രൊവൈഡഡ് സം നോട്ടബിൾ ന്യൂ ഫൈൻഡിങ്സ് ഇൻ ദ കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ് ഓഫ് ദ മെമ്മറി. അതായത് ന്യൂറോ ഇമാജിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സം നോട്ടബിൾ ആയിട്ടുള്ള ന്യൂ ഫൈൻഡിങ്സ്, പുതിയ ഫൈൻഡിങ്സും അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ് ഓഫ് മെമ്മറിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽസും നമുക്ക് ന്യൂറോ ഇമാജിങ് തരുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഫോർ എക്സാമ്പിൾ ദ ഹെമിസ്ഫെറിക് അസിമെട്രീസ് ഇൻ എൻകോഡിങ് ആൻഡ് റിട്രീവൽ. അതായത് നമ്മുടെ ഹെമിസ്ഫെറിക് അസിമെട്രീസ് നമുക്ക് എൻകോഡിങ്ങിനും റിട്രീവലിനും എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് സെല്ലുലാർ ബേസിസ് ഓഫ് ലേണിംഗ് ആൻഡ് മെമ്മറി. അതിനകത്ത് എന്താ പറയുന്നത് നോക്കാം. ഹൗ ഡസ് ദ ആക്ടിവിറ്റി ഓഫ് ഡിഫറെൻറ്റ് ബ്രെയിൻ റീജിയൻസ് ചേഞ്ചസ് ആസ് മെമ്മറീസ് ആർ ഫോംഡ്. എങ്ങനെയാണ് ആക്ടിവിറ്റി ഓഫ് അതായത് ബ്രെയിനിൻ്റെ വിവിധ റീജിയൻസിലുള്ള ആക്ടിവിറ്റീസും അതുപോലെ ചേഞ്ചസും നമ്മുടെ മെമ്മറീനെ ഫോം ചെയ്യിപ്പിക്കുന്നത് എന്നതാണ് ചോദ്യം. Most of the models of the cellular base of memory hold that it is the result of changes in the strength of synaptic interactions among neurons in neural network. ന്യൂറൽ നെറ്റ്വർക്കിലുള്ള ന്യൂറോൺസിലെ സിനാപ്റ്റിക് ഇൻ്ററാക്ഷൻസ് ആണ് അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഓക്കെ, ഹൗ വുഡ് സിനാപ്റ്റിക് സ്ട്രെങ്ത് be altered to enable learning and memory. എങ്ങനെയാണ് സിനാപ്റ്റിക് സ്ട്രെങ്ത് ആൾട്ടർ ചെയ്യുന്നത് മെമ്മറിനെയും ലേണിങ്ങിനെയും? സോ നെയിൽ കാൾസൺ 1994 ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് സം ബേസിക് സൈക്കോളജിക്കൽ മെക്കാനിസംസ് ഫോർ ലേണിംഗ് ന്യൂ ഇൻഫർമേഷൻ. പുതിയ ഇൻഫർമേഷൻസിൻ്റെ ലേണിങ്ങിനകത്ത് സൈക്കോളജിക്കൽ മെക്കാനിസത്തിനെ കുറിച്ച് നെയിൽ കാൾസൺ 1994 ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വൺ ബേസിക് മെക്കാനിസം ഈസ് ഹെബ്സ് ലോ ആണ്. ഹെബ്സ് ലോ നെയിംഡ് ആഫ്റ്റർ ദ മാൻ ഹൂ പോസിറ്റഡ് ഇറ്റ്. അത് ആരാണോ പറഞ്ഞത് അയാളുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. കനേഡിയൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ഹെബാണ് ഇൻ 1949. ഓക്കെ, ഹെബ്സ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എ സിനാപ്സ് ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഈസ് റിപ്പീറ്റഡ്ലി ആക്ടിവേറ്റഡ് അറ്റ് അബൌട്ട് ദ സെയിം ടൈം ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ഫയർസ് the structure or the chemistry of neuron changes and the synapse will be strengthened. This is called Hebbian learning. എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ റൂള് പറയുന്നത് ഒരു സിനാപ്സ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയിലാണ് സിനാപ്സ് സംഭവിക്കുക. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് അതിൻ്റെ ഇടയിലുള്ള ഭാഗത്താണ് സിനാപ്സ് എന്ന് പറഞ്ഞ സംഭവം സംഭവിക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ട് ആക്ടിവേഷൻ സംഭവിക്കുന്ന സമയത്ത് ഒരു സെയിം ടൈമിലാണ് അത് ഉണ്ടാകുന്നത്. പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, അതായത് സിനാപ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ന്യൂറോൺ, അതായത് സിനാപ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ആ ന്യൂറോൺ, സിനാപ്സ് സംഭവിച്ച ആ ന്യൂറോണിനെയാണ് നമ്മൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയാം. അതാണ്. സോ ദ സ്ട്രക്ചർ ഓർ ദ കെമിസ്ട്രി ഓഫ് ന്യൂറോൺ ചേഞ്ചസ് ആൻഡ് ദ സിനാപ്സ് വിൽ ബി സ്ട്രെങ്തൻഡ്. ആ ഒരു സിനാപ്സ് എന്ത് ചെയ്യും? അതിനെ സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളതാണ്. ഒരു കെമിസ്ട്രി ഓഫ് ന്യൂറോൺ ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ സിനാപ്സ് സ്ട്രെങ്തൻ ആവും. അതിനെയാണ് ഹെബ്ബിയൻ ലേണിംഗ് എന്ന് പറയുന്നത്. A more general and more complex mechanism is called long term potential. ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക ലോങ് ടേം പൊട്ടൻഷിയേഷൻ അഥവാ LTP എന്ന് പറയാം. ഓക്കെ, ഇൻ ദിസ് പ്രോസസ്, ഈ ഒരു പ്രോസസ്സിനകത്ത് ന്യൂറൽ സർക്യൂട്ട്സും അതുപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസും സബ്ജക്റ്റ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻറ്റൻസ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഡെവലപ്പ് ചെയ്യും. ഹിപ്പോ ക്യാമ്പൽ സെൽസ് അത് ബിക്കം മോർ സെൻസിറ്റീവ് ടു സ്റ്റിമുലയോട് കൂടുതൽ സെൻസിറ്റീവ് ആകാൻ തുടങ്ങും എന്നുള്ളതാണ്. അതായത് ഈ ഒരു പ്രോസസ്സിനകത്ത് ന്യൂറൽ സർക്യൂട്ടുകൾ ഹിപ്പോ ക്യാമ്പസിനകത്ത് സബ്ജക്റ്റഡ് ആയിട്ട് അത് റിപ്പീറ്റഡ്ലി ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസ് ഇലക്ട്രിക്കലി സ്റ്റിമുലേഷൻ ഡെവലപ്പ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ നമ്മളൊരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അതെന്താണ്, റിപ്പീറ്റഡ്ലി നമ്മൾ അതിനകത്തേക്ക് എന്ത് കൊടുക്കുകയാണ്, ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് സിനാപ്സ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഡെവലപ്പ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതിപ്പോൾ ക്യാമ്പൽ സെൽസ് എന്ത് ചെയ്യും, ഒരുപാട് സെൻസിറ്റീവ് ആവും അതിനോട്, ആ ഒരു സ്റ്റിമുലയോട്. So that an excitatory input and a postsynaptic depolarization are needed to produce LTP is explained by the properties of the doubly gated N-methyl deasparate NMDA receptor located on the dendritic spines of postsynaptic neurons that show LTP. LTP എന്ന് പറഞ്ഞാൽ ലോങ് ടേം പൊട്ടൻഷിയേഷൻ. അതായത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള മെക്കാനിസത്തിനെയാണ് നമ്മൾ ലോങ് ടേം പൊട്ടൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സൈറ്ററി ഇൻപുട്ട് ആയിട്ടുള്ള പോസ്റ്റ് സിനാപ്റ്റിക് ഡീപോളറൈസേഷൻ, പോസ്റ്റ് സിനാപ്റ്റിക് എന്ന് പറഞ്ഞാൽ സിനാപ്സ് സംഭവിച്ച ആ ന്യൂറോൺ, അതിലുള്ള ഡീപോളറൈസേഷൻ എന്തായാലും ആവശ്യപ്പെടുന്നുണ്ട് ടു പ്രൊഡ്യൂസ് LTP.
LTP എന്ന് പറഞ്ഞാൽ ലോങ് ടേം പൊട്ടൻഷ്യേഷൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡബ്ലി ഗേറ്റഡ് എൻ മീതാൽ ഡി ആസ്പിറേറ്റ് NMDA റിസപ്റ്ററാണ്. ലൊക്കേറ്റഡ് ഓൺ ദ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ്. ഡെൻഡ്രൈറ്റിക് സ്പൈൻസിനകത്തുള്ള എൻ മീതൽ ഡി ആസ്പിറേറ്റ് എന്ന് പറഞ്ഞ റിസപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിനെ LTPയിലേക്ക് എന്ത് ചെയ്യുന്നത്, ഷോ ചെയ്യുന്നത്. സോ ഗ്ലൂട്ടമേറ്റ് ഈസ് ദ മേജർ എക്സൈറ്റേറ്ററി ട്രാൻസ്മിറ്റർ. ഗ്ലൂട്ടമേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടമേറ്റ് ആണ് ഏറ്റവും വലിയ എക്സൈറ്ററി ട്രാൻസ്മിറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ഹിപ്പോ ക്യാമ്പസിനകത്ത്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ആര്, ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂറോൺസിനെ തമ്മിലുള്ള സിനാപ്സ് സംഭവിപ്പിക്കാനുള്ള കാരണമാകുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ബ്ലൈൻഡ് വിത്ത് NMDA ആൻഡ് നോൺ NMDA റിസപ്റ്റേഴ്സ്. അതായത് ഇത് ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണ്, NMDA എന്ന് പറഞ്ഞാൽ എൻ മീതാൽ ഡി ആസ്പിറേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഷോർട്ടാണ് NMDA ആൻഡ് നോൺ NMDA റിസപ്റ്റേഴ്സ്. രണ്ട് റിസപ്റ്റേഴ്സിനകത്തും എന്ത് ചെയ്യും, ഇത് ബൈൻഡ് ചെയ്യും. 2-amino-5-phosphono പെൻറ്റാനോയേറ്റ് AP5 എന്നാണ് പറയുക, ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ന്യൂറോൺസ്. അത് ന്യൂറോൺസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. NMDA റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, കെമിക്കലി ബ്ലോക്ക് ചെയ്യും. ആൻഡ് LTP ഇൻഡക്ഷൻ ഈസ് പ്രിവെൻറ്റഡ്. LTP ഇൻഡക്ഷൻ എന്ത് ചെയ്യും, അവിടെ പ്രിവെൻറ്റ് ചെയ്യപ്പെടും. ബട്ട് ദ AP5 ട്രീറ്റ്മെൻറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി എഫക്റ്റ് ഓൺ പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ് LTP ഇൻ ദീസ് സെൽസ്. പക്ഷേ AP5 ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഒരു എഫക്റ്റും പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള LTP, അതായത് LTP ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കെമിക്കലി ബ്ലോക്ക്ഡ് ആൻഡ് LTP ഇൻഡക്ഷൻ ഈസ് പ്രിവെൻറ്റഡ്. ഈ NMDA റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് അറിയോ, കെമിക്കലി ബ്ലോക്ക് ചെയ്യും LTP ഇൻഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ AP5 എന്ത് ചെയ്യൂല, does not produce any effect on the previously established LTP in these cells. Therefore, NMDA receptors are central to producing LTP but not maintaining it. NMDA receptors എന്ത് ചെയ്യും, സെൻട്രൽ പ്രൊഡ്യൂസ് ചെയ്യും LTPനെ, പക്ഷേ അത് എന്ത് ചെയ്യില്ല, മെയിൻറ്റെയിൻ ചെയ്യൂല. In turns out that maintenance of LTP may depend on the non-NMDA receptors. അപ്പോൾ എന്ത് ചെയ്യും, അത് നേരെ LTP എന്ത് ചെയ്യും, NMDA റിസപ്റ്റേഴ്സ് അല്ലാത്ത റിസപ്റ്റേഴ്സിനെ പോയിട്ട് LTP എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്തിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ലോങ് ടേം പൊട്ടൻഷ്യൽ ആൻഡ് മെമ്മറി പെർഫോമൻസ്. ലോങ് ടേം LTP ലോങ് ടേം പൊട്ടൻഷ്യൽ LTP to long term potential and memory performance. This effect of enhanced response can last for weeks or even longer. ഇത് ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്ന എൻഹാൻസ് ചെയ്യുന്ന റെസ്പോൺസ് ക്യാൻ ലാസ്റ്റ് ഫോർ ഒരു വീക്കോ അല്ലെങ്കിൽ ഈവൻ ലോങ്ങർ, ചിലപ്പോൾ അതിൽ കൂടുതലോ ഉണ്ടായേക്കാം. സജസ്റ്റിംഗ് ടു മെനി ദാറ്റ് ദിസ് കുഡ് ബി എ മെക്കാനിസം ഫോർ ലോങ് ടേം ലേണിംഗ് ആൻഡ് റിട്ടൻഷൻ. ഈ ഒരു മെക്കാനിസമാണ് നമ്മുടെ ലോങ് ടേം ലേണിങ്ങിലും റിട്ടൻഷനിലും നടക്കുന്നത്. ലോങ് ടേം പൊട്ടൻഷ്യൽ ആൻഡ് മെമ്മറി പെർഫോമൻസിനകത്ത് പറയുന്നത് ഈ ഒരു എഫക്റ്റ് എൻഹാൻസ് ചെയ്യാണ്. റെസ്പോൺസ് ക്യാൻ ലാസ്റ്റ് ഫോർ വീക്സ് ഓർ ഈവൻ ലോങ്ങർ. ചിലപ്പോൾ ഒരു വീക്സിലേക്കോ അല്ലെങ്കിൽ ലോങ്ങറിലേക്കോ നമുക്ക് ചിലപ്പോൾ അത് റിട്രീവ് ചെയ്യാൻ പറ്റിയേക്കാം. സജസ്റ്റിംഗ് ടു മെനി ദാറ്റ് ദിസ് കുഡ് ബി എ മെക്കാനിസം ഫോർ ലോങ് ടേം ലേണിംഗ് ആൻഡ് റിട്ടൻഷൻ. ഇതാണ് ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ലോങ് ടേം ലേണിങ്ങിൻ്റെ റിട്ടൻഷൻ്റെയും ഒരു മെക്കാനിസമായിട്ട് പറയുന്നത് ഇതാണ്. സോ ഡിസ്ട്രപ്റ്റിംഗ് ദ പ്രോസസ് ഓഫ് ലോങ് ടേം പൊട്ടൻഷ്യൽ സേ ത്രൂ ഡിഫറെൻറ്റ് ഡ്രഗ്സ് also disrupts learning and remembering. Chemically blocking LTP is the hippocampus of normal mice impairs their ability to demonstrate normal place learning. Thus blocking LTP prevents normal spatial memory. ചില ഡ്രഗ്സ് കാരണം നമ്മുടെ ലോങ് ടേം പൊട്ടൻഷ്യേഷനെ അത് ബാധിച്ചേക്കാം, ഡിസ്റ്റർബ് ചെയ്തേക്കാം. സോ അത് ഡിസ്റ്റർബ് ചെയ്യുന്ന ലേണിങ്ങിനെ, അതുപോലെ റിമെമ്പർ, നമ്മുടെ ഓർമ്മശക്തിയെയും നമ്മുടെ പഠനത്തെയൊക്കെ അത് ബാധിച്ചേക്കാം. കെമിക്കലി ബ്ലോക്ക് ചെയ്യുന്ന LTP ഇൻ ദ ഹിപ്പോ ക്യാമ്പസ് ഓഫ് നോർമൽ മൈസ് ഇംപേഴ്സ് ദ എബിലിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് നോർമൽ പ്ലേസ് ലേണിംഗ്. ദസ് ബ്ലോക്കിംഗ് LTP പ്രിവെൻറ്റ്സ് നോർമൽ സ്പേഷ്യൽ മെമ്മറി. അതായത് LTPനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്പേഷ്യൽ മെമ്മറി എന്ത് ചെയ്യും, അത് ലോസ് ആവും, അത് കുറയും. In similar way, genetic manipulations that block the cascade of molecular triggers for LTP also impair spatial learning. These experiments provide strong evidence of impairing spatial memory by blocking NMDA receptors and preventing LTP. Moreover, we are rapidly developing a very clear understanding of the molecular process that supports synaptic plasticity and thus learning and memory in the brain. ഈ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്ട്രോങ് എവിഡൻസ് ആണ് to impairing spatial memory by blocking NMDA receptors and preventing LTP. NMDA റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ LTPനെ പ്രിവെൻറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വി ആർ റാപ്പിഡ്ലി ഡെവലപ്പിംഗ് എ വെരി ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മോളിക്കുലർ പ്രോസസ് ദാറ്റ് സപ്പോർട്ട് സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി. സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റിയെ സഹായിക്കുന്ന, സപ്പോർട്ട് കൊടുക്കുന്ന മോളിക്കുലർ പ്രോസസ്സുകളെ കുറിച്ചുമെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി
ഈ ഒരു എക്സ്പെരിമെൻറ്റും ഉണ്ട്. ആൻഡ് ദസ് ലേണിംഗ് ആൻഡ് മെമ്മറി ഇൻ ദ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിനകത്ത് നടക്കുന്ന നമ്മുടെ പഠനങ്ങളും അതായത് ലേണിങ്ങും മെമ്മറിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് സഹായിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.